എല്ലാവർക്കും നമസ്കാരം. ഹിസ് എക്സലൻസി ദ ഓണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർജി, ബഹുമാനപ്പെട്ട ഫൈസൽ, നാസർ, റിയൻ, ഇവിടെ എത്തിയിരിക്കുന്ന നസീർ സാറിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്, ഞങ്ങൾ ഗവർണറെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ ഈ പ്രോഗ്രാമിനെത്താം എന്ന് സമ്മതിച്ചതിന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് 1000 നന്ദി രേഖപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, പ്രിയനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരത്തുകാർക്ക് പ്രിയനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ തിരുവനന്തപുരത്തിൻ്റെ തെരുവോരങ്ങളിലും ഒക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും കോഫി ഹൗസിലും ഒക്കെ സായാഹ്നങ്ങൾ പങ്കിട്ടിട്ടുള്ള ഞാനും പ്രിയനും ലാലും അടങ്ങുന്ന അശോകും അടങ്ങുന്ന ഒരു വലിയൊരു സംഘം ഉണ്ടായിരുന്നു. സിനിമാ സ്വപ്നവുമായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. തിരുവനന്തപുരം നഗരം ആയിരുന്നു ഞങ്ങളുടെ സ്വപ്നഭൂമി. ഇവിടുന്നാണ് ഞങ്ങളുടെ തുടക്കം. ഇവിടുന്ന് ഞങ്ങൾ 3ാം ക്ലാസ് ടിക്കറ്റ് എടുത്താണ്. ഞങ്ങളന്ന് 38 രൂപയാണ് ടിക്കറ്റിന് എടുത്താണ് ഞങ്ങൾ മദ്രാസിലേക്ക് വണ്ടി കയറി. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഞാനും പ്രിയനും ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ദൈവസഹായം കൊണ്ട് എല്ലാവരും ഓരോ നിലയിലെത്തി. പ്രിയൻ ഇനിയും എനിക്ക് തോന്നുന്നു 98 പടം കഴിഞ്ഞു, 99 100 അടുക്കുകയാണ്, സെഞ്ചുറി അടിക്കാറായി. ആദ്യത്തെ പടം മുതൽ 100ാമത്തെ പടം വരെ എത്തി നിൽക്കുന്ന ഒരു വലിയൊരു ജീവിത യാത്രയാണ് പ്രിയൻ്റെ. അത് വളരെ ചുരുക്കം പേർക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് മലയാള സിനിമയിൽ. എനിക്ക് തോന്നുന്നു പ്രിയനെക്കാട്ടിലും മുമ്പിൽ ഓടിയെത്തിയിട്ടുള്ളത് ശശികുമാർ സാറിനെ പോലുള്ള പഴയ ഡയറക്ടർമാരാണ്. ശശികുമാർ സാർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 130ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നസീർ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ഓർമ്മ ദിവസമാണ്. നസീർ സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഞാനും പ്രിയനും കൂടെ മോഡേൺ തിയേറ്റേഴ്സിൽ ആണ്. അവിടെ വെച്ചാണ് ഒരിക്കൽ നേരിട്ട് അത്ര അടുത്ത് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന തേനും വയമ്പിൻ്റെയും ഷൂട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പ് നസീർ സാറിനെ കാണാൻ പോകുന്നത് ഞാനും പ്രിയനും കൂടാണ്. സേലം മോഡേൺ തിയേറ്റേഴ്സിൽ നസീർ സാറിനെ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അതിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ജൈത്രയാത്ര. അങ്ങനെ ഇതുവരെ എത്തി. പ്രിയനും കുറേ പടങ്ങൾ ചെയ്തു, ഞാനും ചെയ്തു, ലാലും ചെയ്തു. ഞങ്ങളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഈ രംഗത്ത് നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ദൈവാധീനം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്നത് കുറച്ചേ പാടുള്ളൂ. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകാനൊക്കില്ല. അപ്പോൾ പ്രിയന് ഈ അവാർഡ് കിട്ടിയ ഒത്തിരി പേര് ഇതിനു മുമ്പ് ഈ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. മധു സാറിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി സാറ്. പ്രിയൻ 20ാമത്തെ ആളാണ് നസീർ സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങിക്കുന്നത്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ വ്യക്തികളും, തൃക്കൃഷി സുകുമാരൻ നായർ മുതൽ പ്രിയദർശൻ വരെ ആണ് ഇപ്പം നിൽക്കുന്നത്. തൃക്കൃഷിയാണ് പ്രിയദർശൻ എന്ന പേരിട്ടത് തൃക്കൃഷി ആശാനാണ് പ്രിയന്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ എത്തി നിൽക്കുന്നു. പ്രിയന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.